ജഗദമ്മയാണ് പുതിയ വിശേഷം. ഇപ്പൊ പൊളിറ്റീഷ്യൻ ആവുമ്പോ അവർക്കൊരു നയതന്ത്രം ഉണ്ടാവുമല്ലോ. ചേച്ചിക്ക് അങ്ങനെ ഒരു നയതന്ത്രം ഇല്ല എന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിന് ചേച്ചി ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, മനസ്സിലെന്താ തോന്നുന്നത് അത് പറയുന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. അത് തെറ്റ് ചെയ്യണത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ എന്താന്ന് പറയാം. ജഗദമ്മയ്ക്ക് എത്രമാത്രം നയതന്ത്രം ഉണ്ട്? ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ഒറ്റയ്ക്ക് ജീവിച്ചു വരുന്ന ഒരു സ്ത്രീക്ക് എന്തെല്ലാം അടവുകൾ എടുക്കേണ്ടി വരും, അതൊക്കെ ഉണ്ട്. അത് കുറുക്കന്റെ കൗശലവും ഒക്കെ ഉണ്ട്. ഒരു ആ കൗശലമൊക്കെ വെച്ച് ഇവിടെ പിടിച്ചേക്കാന്ന് പറഞ്ഞ് എടുത്ത് നടന്ന ഒരു കുഴിയാണ് പിന്നെ ജഗദമ്മയുടെ രാഷ്ട്രീയം. എന്നിട്ട് പിന്നെ അവിടെ കിടന്ന് ഈ ചവള കടന്ന് കൈയും കാലോട്ട് അടിക്കുന്നതാണ്. അതാണ് അതിന്റെ ഒരു അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ സംഭവങ്ങളും കാണും. വിദ്യാഭ്യാസം കുറവുള്ളൊരു സ്ത്രീ, അതാണ് 7ാം ക്ലാസ് സ്റ്റേറ്റ് ഫസ്റ്റ്, ആ സ്കൂളിൽ ഫസ്റ്റ് കിട്ടി എന്നുള്ളതേ ഉള്ളൂ. ഇവരതിനെ അച്ചടിച്ചിറക്കുന്നത് 7th സ്റ്റാൻഡേർഡ് B സ്റ്റേറ്റ് ഫസ്റ്റ്. അപ്പൊ അത് തന്നെ വലിയൊരു ക്ലാസ് ആണ് ഇവർക്ക്. നയതന്ത്രത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ കാര്യത്തിൽ വിമർശനമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അന്ന്, അതായത് സ്റ്റേറ്റ് നാഷണൽ അവാർഡ്സ് ഒക്കെ പ്രഖ്യാപിച്ച സമയത്ത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി പോവാണല്ലോ അങ്ങോട്ടേക്ക്. അപ്പോൾ എല്ലാ മീഡിയയും, മലയാളത്തിലുള്ള എല്ലാ മീഡിയയും ഉറുവച്ചേച്ചിയുടെ വായന എന്തെങ്കിലും കിട്ടിയിട്ട് വേണം. അപ്പോൾ ഇവിടെ എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഇങ്ങനെ നിൽക്കുകയാണ്. ചേച്ചി ഇവർ ചോദിക്കുന്നതിനൊക്കെ ഒരു ബന്ധമില്ല. പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, പായസം നല്ലതായിരുന്നു, അതാ സമയത്ത് തോന്നിയതാണോ? അതെ, കാരണം ഞാൻ ലൈവ് കാണല്ലേ യൂട്യൂബിലെ പാടിയിൽ നിങ്ങൾക്ക് ആട് തെറ്റിയത് ഇനി ഇവര് മുട്ടി നിൽക്കാന്ന് എനിക്കറിയാം. പ്രസിഡന്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രഥമ വനിതാ കൈ എന്നാണ് കിട്ടിയിരിക്കുന്നത്. ആ കൈകൾക്കൊരു ഒരു വാല്യൂ ഉണ്ട്, ആ പദവിക്കൊരു വലിയ വാല്യൂ ഉണ്ട്. നമ്മൾ അത് ഒന്നും അല്ല വിമർശിച്ചത്, പക്ഷെ ഇത് വളച്ചൊടിച്ച് വേറെ ആക്കി. നമ്മൾ സർക്കാരിനോടല്ല ചോദിച്ചത്, ഇതിന്റെ വിവരമുള്ളൊരു ജൂറി ഉണ്ട്, നമ്മൾ അങ്ങോട്ടാണ് ചോദിച്ചത്. പക്ഷെ ഇവരത് സർക്കാരിനെതിരായിട്ടുള്ള ആക്കി എടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ ആ ഡോലക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അങ്ങനെ കറക്റ്റ് വിഷ്ണു പറഞ്ഞു. എന്നിട്ട് എനിക്ക് തന്നെ അകത്ത് ചിരി വരുന്നു, എനിക്ക് ചിരി അടക്കം വരുന്നില്ല. പിന്നെയും ആകെ നന്നായിരുന്നു, സൂപ്പറായിട്ടിരുന്നു. പൂജാറുമ്പൊക്കെ കണ്ടു വളരെ നല്ല രസമുണ്ടായിരുന്നു. മുങ്ങി വണ്ടി വന്നിരുന്ന് ചിരിച്ചെന്റെ കണ്ണിന് വെള്ളം വന്നു. അത് വിഷ്ണു കണ്ടുപിടിച്ചു. ഒന്നും അറിഞ്ഞോണ്ട് ചെയ്യണതാ. അത് നയതന്ത്രം തന്നെ കറക്റ്റ്. സത്യം വിഷ്ണു, വേറെ നിവൃത്തിയില്ല. പറഞ്ഞു തുടങ്ങിയ കുറെ പറയണം. ആ പിന്നെ ജൂറികളുടെയൊക്കെ പേര് ഇത് വാങ്ങിച്ചോണ്ട് വന്നേ ചെയ്ത് പറയുന്നത് മോശമല്ലേ? വാങ്ങിക്കാതിരിക്കരുത് എന്നുള്ളത് അതിൻ്റെ ഒരു മനസ്സിന്റെ ഒരു തീരുമാനമായിരുന്നു. കാരണം ഇത് കള്ളി വെളിച്ചത്തായി. അതിന് മുമ്പ് ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്. ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് റിയാക്ഷൻ വന്നത്. ഇങ്ങനെ തന്നെ ആണെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചു. സൂര്യരെ പുറത്തുനിന്നൊരു സിനിമയ്ക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. മറ്റെല്ലാവരും അംഗീകരിച്ച് സപ്പോർട്ടിങ്, ആ പടത്തിൽ സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്ത്. അപ്പൊ ആ സമയത്തും ഇത് തന്നെ ചെയ്തു. അതിന് പരിഗണിക്കപ്പെട്ടതേ ഇല്ല. ആ സിനിമ പരിഗണിക്കപ്പെടാതിരുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ആ സിനിമയിൽ വേറെ 2 അവാർഡുണ്ട്. അപ്പൊ ഞാൻ പല സമയത്തും അത് ശ്രദ്ധിച്ചു. അതും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നോർത്തിലെ കുറച്ച് ഡയറക്ടേഴ്സ് പറഞ്ഞൊരു അഭിപ്രായം, അത് സരോജാദേവി മേഡം പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ കഴിവൊക്കെ കൊണ്ടുവന്ന് 3ാം കിട കൊമേഴ്ഷ്യൽ പടങ്ങളിൽ കളയുന്നു പറഞ്ഞു. അപ്പൊ ഈ ഇവിടെ വിജയിച്ചെടുത്ത തലാമൂല്യമുള്ള നമ്മുടെ പല സിനിമകളൊന്നും നമ്മളൊക്കെ വാഴ്ത്തിയ സിനിമകളൊക്കെ പറഞ്ഞപ്പോൾ ആ ഡയറക്ടേഴ്സിനെ എല്ലാവരും അടക്കം പരിഹസിച്ചതുപോലെ തോന്നി എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുകയാണ്. അതെല്ലാം കൊടുത്തൊരു നമ്മളങ്ങ് നോഷണലി പ്രകടിപ്പിച്ചു, അത് ഓവർ. പക്ഷെ വിഷ്ണു കണ്ടുപിടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ പറയും, വേറെ ഒന്നും പറയാം അങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ, എനിക്കത് ഇഷ്ടമല്ല, എന്ത് പറയാൻ പറ്റുമോ? എല്ലാം നമ്മുടെ ആൾക്കാരല്ലേ. നല്ല പറഞ്ഞു എന്ന് പറഞ്ഞാലും അതിനും എന്തെങ്കിലും പറയും. ഒരു പക്ഷെ അരിശം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ജഗദമ്മയ്ക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മള് നോർമലി സംസാരിക്കുമ്പോൾ തന്നെ ശിവപ്രസാദ് എത്രയോ നന്നായിട്ട് ഈ മലയാളം സിനിമ ഡയലോഗുകൾ കലർത്തിയിട്ടാ. ഇപ്പൊ ഞാൻ വരുമ്പോ തന്നെ വീണ്ടും കെടുത്തൊക്കെ വന്നൊക്കെയാണ് 2ാമത്തെ തൊട്ടാണല്ലോ കാണുന്നത്. അപ്പൊ ഈ മലയാളം സിനിമകളിൽ തമാശ സിനിമകൾ കണ്ടിട്ടുള്ള ആ ഒരു അടുപ്പം ഉണ്ടല്ലോ, അത് ഇതിന്റെ എഴുത്തിലും സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നതിലും ചേച്ചിയുടെ ക്യാരക്ടറൈസേഷനിലും ഒക്കെ, അതായത് നമ്മൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 90s 80s വൈബിലുള്ള തമാശകളുണ്ടല്ലോ, അത് ജഗദമ്മയിൽ കിട്ടുമോ? അത് അഡോപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടില്ല. കാരണം ജഗദമ്മയുടെ ക്യാരക്ടർ തന്നെ ഒറ്റയ്ക്ക് കല്യാണമൊന്നും കഴിക്കാതെ അങ്ങനെ, കാരണം ഈ പറഞ്ഞതുപോലെ ചില നയതന്ത്രങ്ങൾ വെച്ച് ജീവിച്ചു പോകുന്നൊരു ക്യാരക്ടറാണ്. അപ്പൊ ഒരു ഇന്നസെന്റ് ഹ്യൂമർ എന്ന് പറയുന്നതൊക്കെ വളരെ കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവർക്ക് വിവരമില്ലാത്ത ചില ഏരിയകളിൽ മാത്രമേ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റൂ. അപ്പൊ ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു അന്തരീക്ഷം വരുമ്പോൾ ഇവർക്ക് വിവരമില്ലാത്തതാ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഇവരുടെ കമന്റും ചില മേക്കപ്പും അതൊക്കെ ഓക്കെയാണ്.
പൊതുവേ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു തൊഴിലുറപ്പിന്റെ കൂട്ടത്തിൽ പോയിട്ട് പലിശക്ക് കൊടുക്കും, ചിട്ടിപിടുത്തം ഒക്കെ ഉള്ള സെറ്റപ്പാണ്. ഇപ്പോൾ ഇൻസ്റ്റ എടുത്ത് നോക്കുമ്പോഴും കുറച്ച് ആഴ്ചകൾക്ക് മുമ്പുള്ള ഒരു ട്രെൻഡായിരുന്നു ഈ പട്ടിക്കുട്ടിയെ പൂച്ചക്കുട്ടിയൊക്കെ എടുത്തിട്ട് എന്റെ കയ്യിൽ കിട്ടിയ ദിവസം അവളുടെ പിറന്നാളായി, ഞാൻ അച്ചു എന്ന് വിളിച്ചു, ഞാൻ അവളുടെ അമ്മയെന്ന് പറഞ്ഞിട്ട് അച്ചുവിന്റെ അമ്മ റീല് ഭയങ്കരമായിട്ട് ഓടുകയാണ്. ഇപ്പൊ നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ ചേച്ചിടുമാരാന്നുള്ളത്. ചേച്ചി എല്ലാ കാലത്തും ഇത് എങ്ങനെയെങ്കിലും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 45 വർഷത്തിലായിട്ടും ടൈറ്റിൽ റോളിലാണ് ചെയ്യുന്നത്. ഇപ്പൊ ചേച്ചിയുടെ തന്നെ കണ്ടംപററി ആയിട്ടുള്ള ഇപ്പൊ രേവതി ചേച്ചിയോട് ഞാൻ സംസാരിക്കായിരുന്നു. അസ്സി എന്ന് പറഞ്ഞൊരു ഹിന്ദി പടം പ്രൊമോട്ട് ചെയ്യാൻ വന്നപ്പോൾ രേവതി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാണ്, ഒന്നും കിട്ടുന്നില്ല, എനിക്ക് വേണ്ടി ആരും ഒന്നും എഴുതുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്ഷനിലേക്ക് പോകുന്നത്, ഭയങ്കര റിപ്പിറ്റേറ്റീവ് ആയിട്ട് തോന്നുന്നു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ചേച്ചി എങ്ങനെ ഇതിലേക്ക് മാറുന്നു, അല്ലെ ചേച്ചി എങ്ങനെ എല്ലാ കാലത്തും വാലിഡ് ആവാനിരിക്കുന്നത്? അത് നമ്മള് ഒരു നല്ല സമയം ഹീറോയിനായിട്ട് പടം ചെയ്യുന്ന സമയത്ത് നല്ല മുഖമുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നവരെ, വാശി പിടിക്കാന്ന് പറഞ്ഞാൽ അതൊരു ട്രെൻഡായിരുന്നു, അങ്ങനെ ആയിരുന്നു പൊതുവേ ഉള്ള ഒരു രീതി. എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല. വലിയ റോളാണോ, ഞാൻ സെൻട്രൽ നായികയാണോ, ഞാൻ വില്ലിയാണോ, ഞാൻ ഇതിലെന്താണ്, എനിക്കാണോ പ്രാധാന്യം, ഇതൊന്നും ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. എൻ്റെ വീട് അങ്ങനെ ഒരു സാഹചര്യത്തിലുള്ളതല്ല. ഞങ്ങൾക്കിത് പ്രൊഫഷനാണ്. അപ്പോൾ കിട്ടുന്ന വേഷം നന്നാക്കുക എന്നുള്ള ഒരൊറ്റ നയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇമേജിനകത്ത് കുടുങ്ങി പോവില്ല. കോമഡി ചെയ്യുന്നത് നാണക്കേടാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഞാൻ കോമഡി എന്റെ ക്യാരക്ടർ ഉൾപ്പെടുത്തി വന്നത്. അതിനെ ഒരു ഡയറക്ടേഴ്സും റെസ്ട്രിക്ട് ചെയ്തില്ല. ഒരു നായകന്റെ നായിക ഒരിക്കലും കോമഡി പറയുന്ന ആളാവരുത് എന്നുള്ളത് നായകനും നിർബന്ധമല്ലേ. എന്റെ ഭാര്യ, എന്റെ കാമുകി ഒരിക്കലും ഒരു സദസ്സിനെ ചിരിപ്പിക്കുന്ന ഒരാളാവുന്നത് ഒരു പുരുഷനും ഇഷ്ടമല്ല. അതൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്, ഋഷി കോമഡി പടം വരുമ്പം കോമ്പിനേഷൻ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അമ്പിയ ചേച്ചിയെ പോലെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാട്ടോ ഈ പറയുന്നത്. അപ്പൊ ഞാൻ അന്തം വിടും. ചേച്ചി പറയുന്ന ഇതാണ്, ഒരു ക്യാരക്ടർ കിട്ടുന്നില്ല, ഒരു നല്ലോണം ഹ്യൂമർ പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ കിട്ടിയെങ്കിൽ ചെയ്തേനെ എന്ന് പറയുന്നുണ്ട്. എന്താണോ അവരെ വിളിക്കാത്ത, എന്താ നമ്മളെങ്ങനെ ചോദിക്കുന്നത്? ചേച്ചി ഇപ്പൊ ഒരു പടം കഴിഞ്ഞാൽ കഴിഞ്ഞു, അപ്പൊ അതിന്റെ പ്രിവ്യൂവിന് പോവുക, അതിന്റെ ആഫ്റ്റർ പാർട്ടിക്ക് പോവുക, അതിന്റെ ബാക്കിയുള്ള വലിയ പ്രൊമോഷൻ, അവിടെ ഒന്നും നമുക്ക് പക്ഷേ കാണാൻ പറ്റില്ല. അവാർഡ് മേടിക്കാൻ തന്നെ ആളുകൾ കാല് പിടിച്ചാൽ ചേച്ചി പോയി വാങ്ങിക്കും. പക്ഷെ ഇവര് വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ ആളുകളായിട്ടുള്ള ബന്ധം ഇതെങ്ങനെ ഇപ്പൊ നിലനിർത്തും? അറിയത്തില്ല വിഷ്ണു, നിങ്ങളൊക്കെ എന്നെ അന്വേഷിച്ചോ സ്നേഹമായിട്ട് വരുന്നോണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അതിനകത്ത് എല്ലാവരും ചീത്ത പറയും. എന്നോട് RJ ബാലാജി പലപ്പോഴും പറയും, നിങ്ങൾ ഇങ്ങനെയും അവാർഡ് പിന്നെ സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോ എന്തിനോ ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത്, നിങ്ങളിപ്പം ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന ഒരാളല്ലേ, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് വിളിക്കുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കും. പക്ഷെ എനിക്കെന്തോ പണ്ട് മുതലേ ആ ശീലമില്ല വിഷ്ണു. ഞാൻ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സമാധാനത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതാണ് എനിക്കിഷ്ടമുള്ള കുറച്ച് പേരായിട്ട് വർത്തനൊക്കെ പറഞ്ഞിരിക്കാൻ ഇഷ്ടമാണ്. ഈ ബഹളങ്ങളിൽ കുറെ നേരം നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. എനിക്ക് അത് ഞാൻ ആഗ്രഹിച്ചങ്ങനെ ഒരു ബഹളം, ഒരു പാഷൻ അങ്ങനെ വന്നതല്ലല്ലോ. ഇതെന്റെ പ്രൊഫഷനായിട്ട് എൻ്റെ ജീവിതമായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു പ്രൈവസിയിലേക്ക് പോകണം.